നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാകും 24 ന്യൂസിനകത്ത് ശ്രീകണ്ഠൻ നായർ തമ്മിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പഴയ നമ്മൾ തമ്മിൽ എന്നുള്ള പരിപാടിയുടെ പുതിയ രൂപവുമായിട്ട് വന്നിട്ട് സീക്രട്ട് ഏജന്റ് സന്തോഷ് പണ്ഡിറ്റിനെ കീർത്തിക്കൊണ്ട് വളരെ നല്ല അടിപൊളി ഒരു പരിപാടി നടത്തിയിരുന്നു. അതിന്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: സോഷ്യൽ മീഡിയകളെ നിയന്ത്രിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ആ ചോദ്യം ശരിയാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ തന്നെ അത് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കണ്ട നടിമാരുടെ പുറകെ പോയിട്ട് അനാവശ്യ കമന്റുകൾ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അനാവശ്യ ഹെഡിങ്ങുകൾ ഇട്ടുകൊണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എതിർത്തിട്ടുണ്ട്. മരണ വീട്ടിൽ പോയി നിന്നിട്ട് സിനിമാ നടിമാരുടെ വീഡിയോസ് എടുക്കാനായിട്ടും എല്ലാമുള്ള ചില കാര്യങ്ങൾ നമ്മൾ എതിർത്തിട്ടുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ പല കണ്ടന്റുകളെയും പല തരത്തിലും എതിർത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തിരിച്ചു ചോദിക്കേണ്ട ഒറ്റയൊരു ചോദ്യം, ഈ താഴെ കാണുന്ന ഈ ഒരു ഫോട്ടോ കണ്ടോ? ഇതൊരു പ്രമുഖ മലയാള ചാനലിൽ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അത് ഇന്നലെ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഇന്നലെ നമ്മുടെ കാസർഗോഡ് ഒരു പെൺകുട്ടി മരിച്ചിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനടക്കമുള്ള ഒരാളെയും ഞാൻ ഇൻഫ്ലുവൻസർ എന്ന് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, വീഡിയോ ക്രിയേറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. ആ പെൺകുട്ടിയുടെ മരണകാരണം എന്താണെന്നറിയാതെ ഒരു തരത്തിലും ഒന്നും അറിയത്തില്ല അതിനെക്കുറിച്ചിട്ട്. പക്ഷേ അതിനെ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് അന്ന് തന്നെ. അങ്ങനെയുള്ളപ്പോ ഈ സോഷ്യൽ മീഡിയകളെ നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളെ പോലെയുള്ള മെയിൻ സ്ട്രീം മീഡിയാസിനെയും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പക്ഷാഭേദം കാണിക്കാതെ രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകൾ ഇല്ലാതെ വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു കൂട്ടം ആളുകളല്ലേ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കടമപ്പെട്ടവരല്ലേ നിങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ ശരിയായിട്ടുള്ള രീതിയാണോ? നിങ്ങൾ ഓരോ ആളുകളും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ബിഗ് TV എന്ന് പറയുന്ന ചാനലിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് അതിന്റെ മുതലാളി പറഞ്ഞത് ഒരു ദിവസം ഒരാഴ്ച എങ്ങാണ്ട് ഒരു ന്യൂസ് ചാനൽ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവെന്ന് പറയുന്നത് 3 കോടി രൂപ തൊട്ട് 3.5 കോടി രൂപ വരെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ TRP റേറ്റിംഗിന് വേണ്ടിയിട്ടും TRP റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പരസ്യങ്ങൾ കിട്ടുന്നതുള്ളത് കൊണ്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിൽ വാർത്തകളെ വളച്ചൊടിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ വെച്ചിരുത്തിക്കൊണ്ട് ചെറിയൊരു കാര്യത്തിനെ പോലും പെരുപ്പിച്ച് ആളുകളുടെ ഇടയിലേക്ക് ഭയപ്പാടുണ്ടാക്കുന്ന എത്ര കാര്യങ്ങളാണ് മെയിൻ സ്ട്രീം മീഡിയാസ് എന്ന് പറയുന്ന നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെ പോലെ തന്നെ നിങ്ങളെയും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമല്ലേ?